Dear students, we have already seen functions of one variable, that is functions of the type y equal to f of x. നോക്കൂ, here ഞാൻ പറഞ്ഞു y depends on x, so y is the dependent variable and x is the independent variable. ഇനി now we can consider functions of several variables. അതായത് it may depend upon more than one variable. അതായത് ഇപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു കുട്ടിയുടെ അച്ചീവ്മെൻറ്റ് എ എന്ന് എടുക്കുകയാണെങ്കിൽ അച്ചീവ്മെൻറ്റ് ഓഫ് എ സ്റ്റുഡൻറ്റ് ഡിപ്പെൻസ് ഓൺ ആ കുട്ടിയുടെ ഹാർഡ് വർക്കിംഗ് അല്ലേ, ഹാർഡ് വർക്കിംഗ് കപ്പാസിറ്റി എന്ന് പറയാം. പിന്നെന്തൊക്കെ ഉണ്ടാവും, ആ കുട്ടി അതിനെ എത്രത്തോളം എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവ്, മനസ്സിലായോ, എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവ്, അങ്ങനെ പലതിനെ ആശ്രയിച്ചിരിക്കാം. അങ്ങനെ പിന്നെ എന്താ ആശ്രയിച്ചിരിക്കാം, ആ കുട്ടിയുടെ ഹാൻഡ് റൈറ്റിംഗ്, ഇതിനെല്ലാം ആശ്രയിച്ചിരിക്കുക. അപ്പം ഞാൻ പറയാം, എനിക്ക് പിന്നെ അച്ചീവ്മെൻറ്റ് ഓഫ് എ സ്റ്റുഡൻറ്റ് ഡിപ്പെൻസ് ഓൺ വർക്കിംഗ് കപ്പാസിറ്റി അല്ലേ, അവിടെ എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവ്, പിന്നെന്താണ് അവരുടെ പിന്നെ ഹാൻഡ് റൈറ്റിംഗ് ആൻഡ് ആ ടൈമിൽ തീർക്കാനുള്ള കഴിവ്, ഇതിനെല്ലാം ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയാം. അപ്പം എന്താ പറയുക, എ ഈസ് എ ഫങ്ഷൻ ഓഫ് ഡബ്ല്യു ഇ എച്ച് ആൻഡ് ടി. സോ അപ്പം എന്താണ്, എ ഈസ് എ മൾട്ടി വേരിയബിൾ ഫങ്ഷൻ വിത്ത് ഓഫ് വേരിയബിൾസ് ഡബ്ല്യു ഇ എച്ച് ആൻഡ് ടി എന്ന് പറയാം. അപ്പം ഇവിടെ നമ്മൾ സാധാരണ ഇങ്ങനെ ഫങ്ഷൻസിൻ്റെ കാര്യം എടുക്കുമ്പോഴാണെങ്കിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്, എഫ് വൈ ഈക്വൽ ടു എന്നുള്ള രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അതായത് നമ്മൾ പറയാം എന്താണ്, പിന്നെ suppose z is a function of x and y. അതെന്താണ്, z depends on x and y അല്ലേ, z equal fx y is a function and z depends on എന്ന് പറയുന്നത് കൊണ്ട് z is a dependent variable, and since it depends on x and y are independent variables. Okay, അപ്പം നമുക്ക് എന്ത് പറയാം, പിന്നെ z depends on x and y are independent variables and it is a function of two variables. If the z is a function of two variables, if there exists one and only one value of z in the range of f for each ordered pair of real numbers x y in the domain of f അല്ലേ, ഓരോ ഡൊമൈൻ എക്സ് വൈ എന്ന് പറയുന്ന ഡൊമൈന് ഒരു ഇസഡേ വരാൻ പാടുള്ളൂ, മനസ്സിലായി. അപ്പോഴാണ് നമ്മൾ എന്ത് പറയുക, ഇസഡ് ഇസ് എ ഫങ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത്, മനസ്സിലായി. ഇതാണ് കോൺസെപ്റ്റ്, മൾട്ടി വേരിയബിൾ ഫങ്ഷൻസിൻ്റെ പിന്നെ കോൺസെപ്റ്റ് ഇതാണ്. ഇനി ഇവിടെ നമുക്ക് കുറച്ച് വലിയ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. ഇപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നു വിചാരിക്കുക. എക്സാമ്പിളായിട്ട് ഇവിടെ തന്നിട്ടുള്ളത്, ഇഫ് a firm produces one good x for which the cost function is c of x equal to 350 plus 8x and another good y for which the cost function is c of y equal to 225 plus 6y. The total cost to the firm. What is the total cost to the firm? നോക്കൂ, ഒരു ഫേമിൽ പ്രൊഡ്യൂസസ് വൺ ഗുഡ് എക്സ്, ഒരു ഗുഡ് എക്സ് പ്രൊഡ്യൂസ് ചെയ്തു. അതിൻ്റെ കോസ്റ്റ് ഫംഗ്ഷൻ, ആ എക്സിൻ്റെ വില അല്ലേ, കോസ്റ്റ് ഫംഗ്ഷൻ എന്താണ്, വിലയല്ല, അതിൻ്റെ ഫംഗ്ഷൻ കോസ്റ്റ് ഫംഗ്ഷൻ ഈസ് 350 plus 80x ആണ്. വേറൊരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്തു വൈ എന്ന് പറഞ്ഞത്, അതിൻ്റെ കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 225 plus 65 ആണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം, വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ടു ദ ഫേം.
ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ ഫേം CXY അല്ലേ, എക്സിൻ്റെയും വൈയുടെയും കൂടെയുള്ള ടോട്ടൽ ആയിട്ടുള്ള CXY നേടുകയാണ്. എക്സും വൈൻ്റെയും രണ്ടിൻ്റെയും കൂടെ ടോട്ടൽ എന്ത് പറയാം, CXY ഈക്വൽ ടു 350 പ്ലസ് 8x പ്ലസ് 225 പ്ലസ് 6y എന്ന് വരും. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 575 പ്ലസ് 8x പ്ലസ് 6y എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് വരിക. ഇനി വി ക്യാൻ ഡു വൺ മോർ ക്വസ്റ്റ്യൻ. Multivariable functions can be evaluated for special values of x and y. അതായത് സപ്പോസ് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്, സപ്പോസ് നമ്മൾ കണ്ടുപിടിച്ചു CXY എന്ന് കണ്ടുപിടിച്ചു. CXY ഈക്വൽ ടു എന്താണ് 575 പ്ലസ് 8x പ്ലസ് 6y എന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു, CXY എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, വെൻ x ഈക്വൽ ടു 3 ആൻഡ് y ഈക്വൽ ടു 5, what is C3? What is the desired value? What is the value of CXY? x 3 ഉം y 5 ആകുമ്പോൾ എന്താ വരിക, C3 5 ഈക്വൽ ടു 575 പ്ലസ് 8 ഇൻറ്റു 3 പ്ലസ് 6 ഇൻറ്റു 5 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, 629. അപ്പം ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള എന്ത് ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് പറയാൻ പോകുന്നത്, പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് പഠിക്കാനും നമ്മൾ ഉപയോഗിക്കുന്നത് എന്തെന്ന് വെച്ചാൽ പിന്നെ മൾട്ടി വേരിയബിൾ ഫങ്ഷൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നേരത്തെ എടുത്ത പോലെ തന്നെ Z ഈക്വൽ ടു FXY എന്ന പോലെ തന്നെ പിന്നെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളൊരു കുട്ടിയുടെ അച്ചീവ്മെൻ്റ് എന്തിനെയൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ആ കുട്ടിയുടെ പിന്നെ എന്താണ് പലതും ഉണ്ട് അച്ചീവ്മെൻ്റ്, ആ കുട്ടിയുടെ എന്താണ് ഇൻ്റലിജൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. നമുക്ക് അങ്ങനെ ഞാൻ ഇപ്പം എനിക്ക് ഇതാണ് ഓർമ്മ വന്നത്, ഇൻ്റലിജൻസിനെ ഡിപ്പെൻഡ് ചെയ്യും, ആ കുട്ടിയുടെ എക്സ്പ്രസ് ചെയ്യാനുള്ള ആ കുട്ടിയുടെ എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവിനെ ഡിപ്പെൻഡ് ചെയ്യും, ആ കുട്ടിയുടെ പിന്നെന്താ ഹാൻഡ് റൈറ്റിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യും, ടൈമിൽ എഴുതി തീർക്കാനുള്ള ആ കുട്ടിയുടെ ആ കപ്പാസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ അത് പലതും അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം ഞാൻ ഈസ് എ ഫങ്ഷൻ ഓഫ് ഇതെന്ന് ഇങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ എങ്ങനെയാണ് ആ കുട്ടിയുടെ ഇൻ്റലിജൻസ്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഇൻ്റലിജൻസ് എത്രത്തോളം ആ കുട്ടിയുടെ അച്ചീവ്മെൻറ്റിനെ സ്വാധീനിക്കും എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ എന്താ എടുക്കുക, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് A വിത്ത് റെസ്പെക്ട് ടു I. അപ്പോൾ അതിനെ നമ്മൾ എന്താണ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് A വിത്ത് റെസ്പെക്ട് ടു I കണ്ടുപിടിക്കണം. അതായത് ഞാൻ അതിനെ ∂A/∂y കണ്ടുപിടിക്കണം. മനസ്സിലായോ? ∂A/∂y അല്ലെങ്കിൽ ∂F/∂y എന്ന് എഴുതിയാലും മതി. A എന്ന് പറയുന്നത് F ഓഫ് ഇതായതുകൊണ്ട് നമ്മൾ എന്ത് എഴുതിയാൽ മതി, ∂A/∂y ഓർ ∂F/∂y എന്ന് എഴുതിയാലും മതി. അതേപോലെ നമ്മളിപ്പോൾ ഇവിടെ ഈ സന്ദർഭത്തിൽ നമ്മൾ എന്ത് പറയാം, നമുക്ക് സപ്പോസ് Z ഈക്വൽ ടു FXY ആണെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് Z വിത്ത് റെസ്പെക്ട് ടു X എന്ന് വെച്ചാൽ ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് Z with respect to X, rate of change of Z with respect to X when Y is kept as constant. Y യെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക. അപ്പം എങ്ങനെയാണ് വരിക നോക്കുക. മനസ്സിലായോ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് Z with respect to X when Y is kept constant and it is denoted by ∂Z/∂X. Okay, and it is equal to, and it is defined as ∂Z/∂X equal to Y constant ആണ് കേട്ടോ. Yയിൽ with respect to X
നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കീപ് y as constant. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വൈ മൈനസ് എഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എന്ത് വരണം എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എക്സ് എന്ന് വരണം. അതായത് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. മനസ്സിലായി? അപ്പോൾ ഇത് ഇങ്ങനെയാണ് വരിക. അപ്പോൾ എന്താണ് വാട്ട് ഈസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ്? ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എക്സിൽ മാത്രം മാറ്റം വരുത്തുക. എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വൈ കോൺസ്റ്റന്റ് ആക്കി വെക്കുക. വൈ മൈനസ് എഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഇതിനെ പല രീതിയിലും എക്സ്പ്രസ് ചെയ്യാം. ഈ ഡോ ഇസഡ് ബൈ ഡോ എക്സിനെ നമ്മൾ എങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാം? ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് എക്സ്പ്രസ് ചെയ്യാം. പിന്നെന്താണ് പിന്നെ ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയാം. അല്ലെങ്കിൽ എന്താണ് എഫ് എക്സ് എക്സ് വൈ എന്ന് പറയാം. എഫ് എക്സ് എന്ന് പറയാം. ഇസഡ് എക്സ് എന്ന് പറയും. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലെങ്കിൽ എഫിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. സിമിലർലി യു ക്യാൻ ഡിഫൈൻ ഡോ ഇസഡ് ബൈ ഡോ വൈ ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് എഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾക്ക് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഞാൻ ഫസ്റ്റ് നമുക്ക് പിന്നെ എന്താണ് ഡെറിവേറ്റീവ് എടുത്ത് നോക്കാം. ഫൈൻഡ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് z ഈക്വൽ ടു 9x³ y². അല്ലെങ്കിൽ വേണ്ട 9x³ y⁴ കണ്ടുപിടിക്കാൻ പറഞ്ഞു എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഡോ ഇസഡ് ബൈ ഡോ എക്സ് ചെയ്യണം എന്ന് വെച്ചാൽ യു ഹാവ് ടു കീപ് y ആസ് കോൺസ്റ്റന്റ്. 9 കോൺസ്റ്റന്റ് ആണല്ലേ, നമുക്ക് ഒരു സംശയമില്ല അല്ലേ. വൈയും കൂടെ കോൺസ്റ്റന്റ് വൈയോ വൈയുടെ ടേംസ് ഒക്കെ ഉണ്ട് വെച്ചാൽ അതിനെ കോൺസ്റ്റന്റ് ആക്കി വെക്കുക. ഇൻറ്റു പിന്നെ എന്താണ് ഡോ ബൈ ഡോ എക്സ് ഓഫ് x³ മാത്രം ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ എന്താ വരിക? 3x² എന്ന് വരും. അപ്പോൾ എന്ത് വരും? 27 x² y⁴ എന്ന് വരും. ഓക്കെ, അതേപോലെ തന്നെ ഡോ ഇസഡ് ബൈ ഡോ വൈ എന്താ വരിക? ഡോ ഇസഡ് ബൈ ഡോ വൈ എന്താ വരിക? അപ്പോൾ എക്സ് കോൺസ്റ്റന്റ് ആക്കി വെക്കണം. മനസ്സിലായോ? 9x³ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് y⁴ എന്ന് വരും. അതായത് ദാറ്റ് ഈസ് 4y³ എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് 36x³ y³ എന്ന് വരും. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ നിങ്ങൾക്ക് ഉള്ളത് എന്തെന്ന് വെച്ചാൽ പിന്നെ ഇതാ find the partial derivatives for 6x³ minus 7x² y² plus 4y⁵ എന്ന് പറഞ്ഞു. എന്താണ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് വെച്ചാൽ എന്താണ്? സപ്പോസ് അപ്പോൾ നമുക്ക് എഴുതാം ലെറ്റ് ഇതെന്താണെന്നൊന്നും തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ലെറ്റ് ഇസഡ് ഈക്വൽ ടു 6x³ മൈനസ് 7x² y² പ്ലസ് 4y⁵ എന്ന് എഴുതി. അപ്പോൾ എന്താ എനിക്ക് വേണം? വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു വൈയും ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്താ വരിക? 18x² മൈനസ് 7y² ഇൻറ്റു 2x എന്ന് വരും അല്ലേ. വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും 18x² മൈനസ് 14y² ഇൻറ്റു 7y² ഇൻറ്റു 2x എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 18x² മൈനസ് 14xy² എന്ന് വരും. ഇനി ഡോ ഇസഡ് ബൈ ഡോ വൈ എന്ത് വരും? ഡോ ഇസഡ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു വൈ ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? ആദ്യത്തെ 6x² വൈ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 വരും. അടുത്ത മൈനസ് 7x² ഇൻറ്റു
വൈ സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2y എന്ന് വരും. പ്ലസ് 4y റേസ് ടു 5നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 20y റേസ് ടു 4 എന്ന് വരും അല്ലേ. 4 into 5y റേസ് ടു 4 എന്ന് വരും. അതായത് 20y റേസ് ടു 4. അതായത് എന്താ വരിക നമുക്ക്? -14x square y പ്ലസ് 20y റേസ് ടു 4 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ പിന്നെയും ഇതിൻ്റെ ടൈപ്പ്, പിന്നെ അതുപോലെ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കാണാനും, പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഫൈൻഡ് ഇഫ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ ആർ ഗിവൺ ആസ് എന്നൊക്കെ പറഞ്ഞിട്ട് എക്സും വൈൻ്റെ വാല്യൂ തന്നിട്ടുണ്ടാവും. അപ്പം എന്നിട്ട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് ചോദിച്ചാലും നമ്മൾ നേരത്തെ ഫസ്റ്റ് നമ്മൾ ആദ്യം ചെയ്തത് അതേപോലെ അതിന് വാല്യൂ ഇട്ടിട്ട് പിന്നെ നമ്മൾക്ക് ഇത് കണ്ടുപിടിക്കണം കേട്ടോ, ആൻസർ കണ്ടുപിടിക്കുക. നോക്കിക്കോളൂ, ഇത് ചെയ്യൂ. x³ y raised to 4 minus 10x raised to 4 minus 11y³. നോക്കൂ, z is a function of എന്തിൻ്റെയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്? w, x and y എന്ന് കിട്ടി. അപ്പം പാർഷ്യൽ ഡെറിവേറ്റീവ്, ഫൈൻഡ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. ഫൈൻഡ് ദി പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ചോദിച്ചാൽ ഇതിൻ്റെയൊക്കെ കണ്ടു കാണണം. ഡോ ഇസഡ് ബൈ ഡോ ഡബ്ല്യു കാണണം. അപ്പം എന്തൊക്കെയാണ് വരിക? 13 into 3w² പ്ലസ് 3x³ y raised to 4 into 2w. പിന്നെ വിത്ത് റെസ്പെക്ട് ഡബ്ല്യു ചെയ്യുമ്പോൾ ഇത് 0 വരും, ഇതിനെ വിത്ത് റെസ്പെക്ട് ഡബ്ല്യു ചെയ്യുമ്പോൾ 0 വരും. അപ്പോൾ ഇതാണ് നമുക്ക് ആൻസർ എഴുതാം. അപ്പോൾ നമുക്ക് എഴുതാം 39w² പ്ലസ് 6x³ y raised to 4w ആൻസർ. മനസ്സിലായോ? ഇനി ഡോ ഇസഡ് ബൈ ഡോ എക്സ് ചെയ്യുമ്പോൾ എന്താ വരിക? ഇതിനെ ആദ്യത്തെ ടേമിന് എക്സ് ഇല്ല, അതുകൊണ്ട് 0 ആണ്. വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ ഡബ്ല്യുവും വൈയും കോൺസ്റ്റൻ്റ് ആയിരിക്കും. 3x² എന്ന് വരും. മൈനസ് അടുത്തത് 40x³ എന്ന് വരും. ലാസ്റ്റ് 0 വരും. പിന്നെ അടുത്തത് ഡോ ഇസഡ് ബൈ ഡോ വൈ. അപ്പം എന്താ വരുന്നത്? ഇതിൻ്റെ ആൻസർ വേണമെങ്കിൽ നമുക്ക് എഴുതാം 9w² y raised to 4x² മൈനസ് 40x³ എന്ന് വരും അല്ലേ. അങ്ങനെ എഴുതാം. അതുപോലെ അടുത്ത വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ ആദ്യത്തെ ടേം 0 ആയിരിക്കും. രണ്ടാമത്തെ 3w² x³ 4y³ മൈനസ് 33y² എന്ന് വരും. അതായത് 12w² x³ y³ മൈനസ് 33y² എന്ന് വരും. മനസ്സിലായോ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കും. ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരാം കേട്ടോ. ഓക്കെ, ശരി.